ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ 4 ഇയറിങ്സ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 4 ഇയറിങ്സിൻ്റെ ഡിസൈൻസാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പം നമ്മൾ ആദ്യത്തെ ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് ഐപ്പിൻ വെച്ചുകൊണ്ടാണ്. ഒരു ഐപ്പിൻ എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് വളയ്ക്കാം, ലാസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ വളയ്ക്കാൻ പറ്റുന്ന അത്രയും ക്രിസ്റ്റൽ ബീഡ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിൽ വളച്ചു കൊടുത്തിട്ട് ഇതുപോലൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള ഒരു ചാമ ഞാൻ ഒരു ലോക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിലുള്ള ഏതായാലും മതി. എന്നിട്ട് ഞാൻ ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഇറഗുലർ സൈസിലുള്ള അല്ലെങ്കിൽ ഇറഗുലർ സൈസിൽ കിടക്കുന്ന ചെയിൻ ഉണ്ടല്ലോ, ചെയിൻ നമുക്ക് മീറ്ററിന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആ ഒരു ചെയിൻ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഐപ്പിൻ ബീഡ്സ് വെച്ച ഈ ഒരു ഐപ്പിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇയറിംഗ് ആണിത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഇയറിംഗ് ഉണ്ടാക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഇയറിംഗ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പെയർ നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇയറിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. ജസ്റ്റ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ ഇങ്ങനെ ഹാങ്ങിങ്ങിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് പോയാൽ മതി. നമ്മൾ ചെയിൻ ജസ്റ്റ് ഇറഗുലറായിട്ടുള്ള സൈസിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പല ലെങ്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഈ ഒരു ഇയറിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഐപ്പിൻ എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു വയലറ്റ് ബീഡ്, ഒരു വയലറ്റ് ഗ്ലാസ് ബീഡാണിത്. അത് ഗ്ലാസ് പേളാണത്. അതങ്ങനെ കളറൊന്നും അങ്ങനെ പോകുന്ന ടൈപ്പൊന്നും അല്ല. നമ്മളിതുപോലെ പകുതിക്ക് വെച്ച് ഐപ്പിൻ പകുതിക്ക് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അത് ഉള്ളിലോട്ട് നമ്മൾ വളച്ചു കൊടുക്കുന്നുണ്ട്. വളച്ചു കൊടുത്തിട്ട് നമ്മൾ ഒരറ്റത്ത് നമ്മൾ ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ്ങും താഴത്തെ അറ്റത്ത് നമ്മൾ 2 ചെയിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെയിനും ഇറഗുലറായിട്ടുള്ള സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഞാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണിത്, ഒരു ഹാങ്ങിങ് ആണിത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കമ്മലെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഒരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഐപ്പിൻ എടുത്തതിന് ശേഷം നമ്മൾ ഒരു 3-4-5 ക്രിസ്റ്റൽ ബീഡ്സ് അതിനകത്തോട്ട് ഐപ്പിനകത്തോട്ട് കയറ്റിയിട്ട് നമ്മൾ ഗിയർ ലോക്ക് വെച്ചെങ്കിൽ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പേനയൊക്കെ ഉണ്ടല്ലോ, പേന വെച്ച് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. മടക്കിയിട്ട് നമ്മളിതൊരു ഇയറിങ്ങിൻ്റെ ഷേപ്പാക്കി മാറ്റിയാൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ അടിയിൽ ജംറിങ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് കൊടുത്താൽ മതി. ഒത്തിരി നമ്മൾ ഇയറിങ്ങിൻ്റെ ഹാങ്ങിങ് എങ്ങനെയാണോ ഇരിക്കുന്നത് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചൊന്ന് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കാരണം ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ജംറിങ് എടുത്തിട്ടുണ്ട്. ജംറിങ് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗുങ്കുരൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് 4 ജംറിങ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ജംറിങ് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് 2 ഗുങ്കുരു ആഡ് ചെയ്തിട്ട് ഇതുപോലെ അതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഇയറിങ്ങും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇയറിംഗ് ആണിത്. നമുക്ക് ഡെയിലി വെയറിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇയറിംഗ് ആണിത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ നാലാമത്തെ ഇയറിങ്ങിലേക്ക് നമ്മളിനി പോകാൻ വേണ്ടി പോവാണ്. നാലാമത്തെ ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ഐപ്പിൻ എടുത്തതിന് ശേഷം നമ്മൾ ബീഡ് ആഡ് ചെയ്യുന്നുണ്ട്. ബീഡ് ആഡ് ചെയ്തിട്ട് അതിനകത്തൊരു ക്യാപ്പ് നമ്മൾ ബീഡ് ക്യാപ്പ് ഇടുന്നുണ്ട്. ഒരു ക്യാപ്പ് മാത്രമേ ഞാൻ ഇപ്പോൾ ഇടുന്നുള്ളൂ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം ചെയിൻ ഇട്ടിട്ട് ഇയറിങ്ങിൻ്റെ ഹാൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ്. താഴത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ ജംറിങ് ഇട്ടിട്ട് അതിനകത്തൊരു ഗുങ്കുരൂസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബീഡ് ക്യാപ്പ് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നോക്കിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഇയറിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 4 ഇയറിങ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇയറിങ്സ് ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആവുന്നതിന് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇയറിങ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇയറിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.